ഞാൻ സിനിമയെ തികച്ചും സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം ഫ്ലോപ്പായി കഴിഞ്ഞിട്ടാണ്. അതുവരെ എന്നെ കാര്യങ്ങൾ എവിടെ വരെ കൊണ്ടുപോകും അതുവരെ ഞാൻ പോകാം എന്നുള്ള ഇതിലായിരുന്നു. ഞാൻ 2 മേക്കേഴ്സിനോട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രിയേട്ടൻ്റെ കൂടെ ചന്ദ്രലേഖ നമ്മുടെ പ്രൊഡക്ഷൻ ആയിരുന്നു, പിന്നെ മണിസാറിനോട് മണിരത്നോട് കണ്ണത്തിൽ മുട്ടുമുണ്ട്. അപ്പം മണിസാറ് ചാപ്പാകുരിശ് കണ്ടു എന്നോട് പറഞ്ഞ് യു ആർ ആൻ ആക്ടർ ആൻഡ് യു ഷുഡ് ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, നെവർ ഗോ സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ക്യാമറ എന്ന് പറഞ്ഞത്. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് സിനിമയെ 100% കമ്മിറ്റ്മെൻറ്റോട് നമ്മൾ കാണുകയാണെങ്കിൽ ആൾക്കാരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു മീഡിയം കൂടെ ആണിത്. പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പം പുള്ളി എന്നോട് അന്ന് എഴുതിയിരുന്നത് അവസാനം എയർപോർട്ടിൽ രമ്യയുടെ അടുത്ത് പോയി ഇരിക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. ഷാനുവിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സിനിമയുടെ ഉള്ളിൽ തന്നെയായിരുന്നു. കാരണം മഞ്ഞിലുരിഞ്ഞ പൂക്കൾ ഉണ്ടാകുമ്പോൾ ജനിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓ അത് ശരി, മഞ്ഞിലുരിഞ്ഞ പൂക്കൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം ശരിക്കും അദ്ദേഹം സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. സിനിമാ കുഞ്ഞ് തന്നെയാണ്. ഓർമ്മയുള്ള ആദ്യത്തെ സിനിമ ഷൂട്ടിങ് ഓ അതിന്റെ സെറ്റിൽ ഞാൻ പോയി. അത് എനിക്ക് അത് ഓർക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ പാട്ട് ഞാൻ പഠിച്ചത് ബോർഡിംഗ് സ്കൂളാണ്. അപ്പൊ അവധിക്ക് വീട്ടിൽ വരുമ്പോഴുള്ള അപ്പൊ അങ്ങനെ ഒരു അവധി സമയത്താണ് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആലപ്പുഴ തന്നെ ആയിരുന്നു ഈ പടത്തിന്റെ ഷൂട്ടിംഗ്. അങ്ങനെ ഒരു ദിവസം ഈ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞാൻ പോയപ്പം എന്തോ സോങ് സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ബാപ്പ എന്നെ അടുത്ത് ഇങ്ങനെ മടി വെച്ചിട്ട് ബാപ്പ റെയിൻ എന്ന് പറഞ്ഞു, അപ്പോൾ മഴ പെയ്തു തുടങ്ങി. സൗണ്ട് എന്ന് പറഞ്ഞു, സോങ് പ്ലേ ചെയ്ത് തുടങ്ങി. ഡാൻസ് എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് ഡാൻസ് ചെയ്ത് തുടങ്ങി. പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പോലെ, കാരണം ഓരോ വേർഡ് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതാണ് എനിക്ക് സിനിമയായിട്ടുള്ള ആദ്യത്തെ ഒരു ക്ലോസ് ഇൻട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ സിനിമയെ തികച്ചും സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം ഫ്ലോപ്പായി കഴിഞ്ഞിട്ടാണ്. അതുവരെ എന്നെ കാര്യങ്ങൾ എവിടെ വരെ കൊണ്ടുപോകും അതുവരെ ഞാൻ പോകാം എന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയെ ശരിക്കും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് തുടങ്ങിയത്. ഇനി എനിക്ക് സിനിമ ചെയ്യണമെന്ന് ഞാൻ ആ പടം ഫ്ലോപ്പായി കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. അതുവരെ അത് ആദ്യത്തെ അവസാനത്തെ പടം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്കങ്ങനെ ഇപ്പം എനിക്ക് മാത്രമല്ല, എനിക്കറിയാവുന്നൊരു കാര്യം, തമിഴിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു ഭയങ്കര സക്സസ്ഫുൾ ആയി നിൽക്കുന്നൊരു ആക്ടർ മകനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഇതൊക്കെ എത്തിക്കുക എന്നുള്ളത്. ഇവിടെ അങ്ങനെ എൻ്റെ അറിവിൽ ഒരു ആക്ടറിൻ്റെയോ എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറിൻ്റെയോ മക്കളില്ല ട്രെയിൻഡായിട്ട് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ എങ്ങനെയോ എത്തിപ്പെട്ടാണ് ഇവിടെ, അല്ലാതെ ഞാനൊട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ഹോഴ്സ് റൈഡിങ് പഠിച്ചിട്ടില്ല, ഒന്നിനും ട്രെയിൻഡും അല്ല. ഞാൻ ഏതെങ്കിലും സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ 2 മേക്കേഴ്സിനോട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രിയേട്ടൻ്റെ കൂടെ ചന്ദ്രലേഖ നമ്മുടെ പ്രൊഡക്ഷൻ ആയിരുന്നു, പിന്നെ മണിസാറിനോട് മണിരത്നോട് കണ്ണത്തിൽ മുട്ടുമുണ്ട്. മണിസാറായിട്ട് അത് കഴിഞ്ഞും വർക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബാപ്പ എന്നെ അഭിനയിക്കാൻ വേണ്ടി. അപ്പം ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ പപ്പടക്ക് പറഞ്ഞു ഒരു വർഷം എനിക്ക് വേണം, നീ എന്താ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. അത് ഭയങ്കരമായിട്ട് ബാപ്പ വെൽക്കം ചെയ്തു. സമയം എടുത്തിട്ട് തീരുമാനിച്ചാൽ മതി, എന്താ ഇഷ്ടമുള്ള ചെയ്തോ, നീ ഒരിക്കലും ഞങ്ങളോട് ആൻസറബിൾ അല്ല, നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ. അപ്പം അങ്ങനെ ഒരു വർഷം ഞാൻ അവധിയെടുക്കാൻ തീരുമാനിച്ച സമയത്താണ് ചന്ദ്രലേഖ. അപ്പോൾ അങ്ങനെ പ്രിയേട്ടനെ വിളിച്ചു. പ്രിയേട്ടൻ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ പ്രിയേട്ടനോട് അത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞിട്ടാണ് മണിസാർ ഇതിന് ഇപ്പം ഈ 2 പടങ്ങൾ വർക്ക് ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു 2 ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്? 2 പേർക്കും ഫിലിം മേക്കിംഗ് സെലിബ്രേഷനാണ്. ഈ 2 പേരുടെ ഏറ്റവും വലിയ കോമൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺറൈസിന് ഇവർ ലൊക്കേഷനിൽ കാണും. അപ്പോൾ ഈ രാത്രി ചെറുതാണ് ഇവരുടെ പടങ്ങൾക്ക്. നമ്മൾ 9 മണിക്ക് 10 മണിക്ക് പാക്കപ്പായി പോയി കഴിഞ്ഞാലും 4:35 ആകുമ്പം സൂര്യൻ ഇവർക്ക് 2 പേർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. മണിസാർ എനിക്ക് പ്രിയേട്ടനായിട്ട് എനിക്ക് അത് കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രിയേട്ടൻ ബോംബെയിലും മണിസാറിനെ കുറെ കൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മണിസാറ് ചാപ്പാകുരിശ് കണ്ടു എന്നോട് പറഞ്ഞ് യു ആർ ആൻ ആക്ടർ ആൻഡ് യു ഷുഡ് ആക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, നെവർ ഗോ സ്റ്റാൻഡ് ബിഹൈൻഡ് ദ ക്യാമറ എന്ന് പറഞ്ഞതിനോട് ഭയങ്കര ഇവരുടെയൊക്കെ ഒരു ഇപ്പം മണിസാർ ഒരു പ്രാവശ്യം ആരോട് പറയുന്നത് ഞാൻ സൈഡിൽ നിന്ന് കേട്ടാണ്. പുള്ളിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച സിനിമ കിലുക്കമാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥ ഇത്ര എന്റർടൈനിങ് ആയിട്ട് ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരു കുട്ടി ഊട്ടിയിൽ വരുന്നു, ഒരാളെ പരിചയപ്പെടുന്നു, അയാൾക്ക് ഈ തിലകൻ ചേട്ടനെ അറിയാം, തിലകൻ ചേട്ടൻ അച്ഛനാന്ന് പറയുന്നു,
അവിടെ ചെല്ലുമ്പോൾ അതുമല്ല അച്ഛൻ, വേറെ ആരുമാണ് അച്ഛൻ. അപ്പം ഇത്രയും ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു കള്ളത്തരങ്ങൾ എങ്ങനെ. അപ്പം ഞാനത് പ്രിയേട്ടനോട് ഇങ്ങനെ പറഞ്ഞു പ്രാവശ്യം, ഇങ്ങനെ മത്സരം ഇങ്ങനെ പറയുന്നത് കേട്ടെന്ന് പറയുമ്പോൾ പ്രിയേട്ടനോട് പറഞ്ഞത്, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് തോന്നും, ഇതൊന്നും അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് ഇതെല്ലാം എളുപ്പമായിരിക്കും, ഈസി ആയിട്ടൊക്കെ ചെയ്ത് വെച്ചാൽ മതി. ഫിൽം മേക്കിംഗ് ഭയങ്കര ഈസി ആയിട്ട് കാണുന്ന ഒരാളാണ് പ്രിയേട്ടൻ. ചാപ്പാക്കുരിശ് എങ്ങനെയാണ് നിന്റെ കരിയറിനെ റീഡിഫൈൻ ചെയ്തത്? അതിനു മുമ്പ് ഇപ്പം ലാലോട്ടൻ പറഞ്ഞ പോലെ കയ്യെത്തും ദൂരത്ത് കഴിഞ്ഞ് അതിൻ്റെ റിലീസിന് പോലും ഞാനിവിടെ നിന്നിട്ടില്ല. ഞാൻ അപ്പോഴത്തേക്കും US പോയി. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ലൈഫിൽ പേഴ്സണലി ഒരുപാട് വിത്തിൻ മൈസെൽഫ് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയായിരുന്നു. ഞാൻ പോയത് എഞ്ചിനീയറിങ്ങിനാണ്. 1 വർഷം എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഒരു ദിവസം രാത്രി ഫോൺ ചെയ്ത് പറയുകയാണ്, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഫിലോസഫി ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നത്. എൻ്റെ ഫാദറും മദറും ബ്രേക്ക് ഡൗൺ ആകുന്നു. കാരണം അവിടുത്തെ ഒരു ഫോറിൻ എഡ്യൂക്കേഷൻ, എനിക്ക് എഞ്ചിനീയറിംഗിന് അന്ന് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫിലോസഫി ആയാൽ സ്കോളർഷിപ്പ് പോകും. അപ്പം അങ്ങനെ ഒരു ഡിലേമ, എന്ത് ചെയ്യണമെന്ന് ആർക്കും, എല്ലാവരും ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഫിലോസഫിയേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഒരു 5 to 6 years 5.5 years US തിരിച്ചു വന്നു. അപ്പം വാപ്പയും ഉമ്മയും ഒരിക്കലും ചോദിച്ചില്ല, പക്ഷെ ചുറ്റുമുള്ളവർ ചോദിച്ചു തുടങ്ങി, ഇനി എന്ത് ചെയ്യും, ഫിലോസഫിയൊക്കെ പഠിച്ച് എന്ത് ജോലി കിട്ടാൻ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേരള കഫേ എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് ബിഹേവ് ചെയ്യുന്നുള്ളത് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം അന്ന് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചാപ്പാക്കുരിശ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായി കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ, ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ കഥ സമീർ എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ സമീറിനെ വിളിച്ച് പറഞ്ഞു, ഇന്നത്തെ ഹിന്ദു എടുത്ത് നോക്ക്, 3ാമത്തെ പേജിൽ ഒരു കോളം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു ഫോൺ പോയി, ബാംഗ്ലൂരിൽ നടന്നൊരു ഇൻസിഡൻ്റാണ്. ഫോൺ പോയിട്ട് അതിന് MMS ആയിട്ട് വരികയൊക്കെ ചെയ്തൊരു. അപ്പം സമീർ പറഞ്ഞു, എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് ഇതിനകത്ത് എന്തോ തന്നോട് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി, ക്യാരക്ടറിനെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ സമീറിനെ വിളിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ ആർട്ടിക്കിൾ വെച്ച് ഞങ്ങൾക്ക് പിന്നെ ഒരു സമീർ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യാനൊക്കെ നോക്കി, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷെ ചാപ്പാക്കുരിശ് കണ്ടു കഴിഞ്ഞ്, റിലീസായി കഴിഞ്ഞ് ഒരു ഫസ്റ്റ് വീക്കിൻ്റെ എൻ്റെയോടെ എനിക്ക് ഫേസ്ബുക്കിലൊരു മെസ്സേജ് വന്നു. ഈ പയ്യനാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, എന്നെ പറ്റി ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കഥയാണ്. അപ്പം പുള്ളി എന്നോട് അന്ന് എഴുതിയിരുന്നത്, അവസാനം എയർപോർട്ടിൽ രമ്യയുടെ അടുത്ത് പോയി ഇരിക്കുന്ന ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ജീവിതത്തിൽ നടന്നതാണ്. അപ്പം എനിക്കറിയാം ഇത് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരാൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ആ പയ്യനെന്ന് എഴുതിയിരുന്നത്, ഐ വാസ് പ്രാക്ടിക്കലി സീയിങ് മൈസെൽഫ് എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു കൂടുള്ളവർ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുകയും, പക്ഷേ ഒരാൾ കണ്ടിട്ട് അത് അസോസിയേറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര ടച്ച്ഡായി. കാരണം അയാളുടെ ലൈഫിനെ മാറ്റിമറിച്ചൊരു. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത്, സിനിമയെ 100% കമ്മിറ്റ്മെൻറ്റോടെ നമ്മൾ കാണുകയാണെങ്കിൽ ആൾക്കാരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു മീഡിയം കൂടെ ആണിത്. പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാം, അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പക്ഷേ ഒരു നിഴലിന് ഉപരി ആൾക്കാരെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ. അത് ആക്ടേഴ്സ് കുറേ കൂടെ ഭംഗിയായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നവരോട് ഓഫ്കോഴ്സ് ഒരു അടുപ്പവും ഇഷ്ടമൊക്കെ തോന്നും. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ഞാനും കുഞ്ചാക്കോയും അടുത്തടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ രാവിലെ നടക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ട് വരുന്ന എല്ലാവരും ആൾക്കാർ കുഞ്ചാക്കോച്ചിനെ നോക്കി ഭയങ്കര ചിരിയാണ്. എന്നിട്ട് അപ്പോൾ അവർ പറയുന്നത്, അനീതിപ്രാവ് റിലീസായ സമയത്ത് ഇവരെല്ലാവരും വീട്ടിലുണ്ടായിരുന്നൊരു പയ്യനാണ് ചാക്കോച്ചൻ, അവരുടെ മകൻ അല്ലെങ്കിൽ അവരുടെ അനീതിയുടെ മകൻ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചാക്കോച്ചനെ അവർ റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചാപ്പാക്കുരിശ് എനിക്കുണ്ടാക്കിയ ഒരു ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരുപാട് പേര് ഞാനെന്ന പെർഫോമറിനോടോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിനോടോ അസോസിയേറ്റ് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു.